സമൂഹം മണ്ടനെന്നും പൊട്ടെന്നും കഞ്ചാവെന്നും ഒക്കെ വിലയിരുത്തുന്ന തൊപ്പിയുടെ ഒരു ദിവസത്തെ ഒരു മണിക്കൂറിൽ വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളതാണ് സത്യം. ആദ്യം തന്നെ അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാമെന്ന് എനിക്ക് തോന്നും. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പണിയും ഇല്ലാത്ത ആൾക്കാരെന്ന്. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ് ബോക്സിൽ കാണുന്ന ഒരു പ്രത്യേക തരം കമന്റ് ഉണ്ട്, വല്ല പണിക്കും പോടാ എന്നുള്ള രീതിയിലൊരു കമന്റ്. അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ പറയും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പണി തരാം എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർക്ക് പലപ്പോഴും ഈ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ സാധ്യതകളെ പറ്റി അറിയാത്ത ആൾക്കാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ വല്ലോ പണിക്ക് പോടാ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പോൾ പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപ കിട്ടും? 1000 2000 എത്ര രൂപ കിട്ടും? ചില ആൾക്കാർ മൈക്കാട് പണിക്കൊക്കെ വിളിക്കുന്നതാണ്, പെയിൻറ്റിങ് പണിക്കൊക്കെ വിളിക്കുന്നതാണ് 1000 2000. എന്നാൽ തൊപ്പിയുടെ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. തൊപ്പി മാത്രമല്ല, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വരുമാനം നിങ്ങൾക്ക് എത്രയാണെന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് പണിക്ക് വിളിക്കുന്നത്, അല്ലെങ്കിൽ വല്ല പണിക്ക് പോടാ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ഇപ്പോൾ തൊപ്പിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ തൊപ്പിയുടെ വിഷയം എന്താ വെച്ചാൽ, കുറേ നാളുകൾക്ക് മുമ്പ് തൊപ്പി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് വീട്ടിൽ കയറി ഫ്ലാറ്റിൽ കയറിയിട്ട് വാതിലൊക്കെ തല്ലി പിടിച്ച് തൊപ്പിയെ കൊണ്ടുപോകുന്നൊക്കെ കണ്ടു. അതിനുശേഷം തൊപ്പിയുമായി ബന്ധപ്പെട്ട് വേറൊരു വിവാദം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു ഗെയിം ലൈവ് സ്ട്രീം ചെയ്യുന്ന മറ്റൊരു യൂട്യൂബറുണ്ട്. ആ യൂട്യൂബറിൻ്റെ BMW ഇലക്ട്രിക് ഓടിക്കാൻ ചോദിക്കുന്നു, അത് കൊടുത്തില്ല എന്നുള്ള രീതിയിലൊരു വിവാദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അന്ന് തൊപ്പിക്ക് കൊടുക്കാത്തതിൽ എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ചില ആൾക്കാർക്ക് സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ. പക്ഷേ തൊപ്പി ഫാൻസൊക്കെ പോയിട്ട് അന്ന് അപ്പോൾ ആ യൂട്യൂബറിനെയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തം വാഹനം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാനത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആ യൂട്യൂബറിനെ കുറ്റം പറയും. പക്ഷേ ആ യൂട്യൂബറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും ലൈവ് സ്ട്രീം ഗെയിം കളിച്ച് നേടിയെടുത്തതാണ്. കൊച്ചു പയ്യനാണ്. ഈ കൊച്ചു പയ്യൻ ഞാൻ എടുത്തു പറയാൻ കാര്യം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ 10-23 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ബെൻസ് മേടിക്കുന്നു, അതിനുശേഷം ഒരു BMW ഇലക്ട്രിക് മേടിക്കുന്നു. ക്യാഷ് എത്ര വേണമെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇതെല്ലാം നേടിയെടുത്തത് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ലേബലിലാണ്, ആ പണിയെടുത്തിട്ടാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ വരുമാനം എന്തായിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാവും. ചില ആൾക്കാർ ഈ കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇവർ ചെയ്യുന്ന ജോലി മോശമാണെന്ന രീതിയിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ എത്ര വർഷം, ഒരു 60 വയസ്സ് വരെ പെയിൻ്റ് അടിച്ചാലും നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? അതിൻ്റെ 4 5 6 7 8 ഇരട്ടി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവൻ്റെ 10 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇനിയെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അതിൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. പിന്നെ ചിലരുടെയൊക്കെ വിചാരം ചുമ്മാ ക്യാമറ ഓണാക്കി ചിരിച്ച് കാണിച്ചാൽ അങ്ങ് വീഡിയോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കഴിവ് അതിനകത്ത് വരണം. ചെറുതോ വലുതോ ആയിക്കോട്ടെ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ സമയം മാറ്റി വെക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, ഇതിന് പിന്നിൽ വർക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ വീഡിയോയും അവർ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പിന്നിലുള്ള വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഹാർഡ് വർക്കാണ്. അത്തരത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, പണിയെടുത്തിട്ടാണ് ഇവിടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓരോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി തൊപ്പിയിലേക്ക് വരാം. തൊപ്പിയുടെ കഴിഞ്ഞ ദിവസം ലൈവിൽ തൊപ്പി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം 5 മണിക്കൂർ തൊപ്പി ലൈവ് സ്ട്രീം ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ തൊപ്പിക്ക് കിട്ടുന്നത് $250, ഏകദേശം 20,000 രൂപ. അങ്ങനെ 5 മണിക്കൂറാകുമ്പം തൊപ്പിക്ക് കിട്ടുന്ന 1 ലക്ഷം രൂപ. പിന്നെ പ്രൊമോഷൻ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വരും. പിന്നെ GPay വഴി പൈസ കിട്ടുന്ന വേറെ. അങ്ങനെ ഒരു ദിവസം 1 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊപ്പി എന്ന് പറയുന്ന വ്യക്തി. പിന്നെ പ്രൊമോഷനൊക്കെ കൂട്ടുമ്പോൾ എക്സ്ട്രാ വരും. അങ്ങനെ എല്ലാ ദിവസവും ഈ 5 മണിക്കൂർ തൊപ്പി എന്തായാലും പണിയെടുക്കുന്നില്ല. എല്ലാ ദിവസവും 5 മണിക്കൂർ തൊപ്പി വർക്ക് എടുക്കാൻ തുടങ്ങിയാൽ ഒരു മാസം തൊപ്പിക്ക് 31 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഏത് ജോലി നമ്മുടെ നാട്ടിലുണ്ട്? അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ വർക്ക് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ടല്ല മറ്റേ അളിഞ്ഞ ചോദ്യം ചോദിക്കരുത്, വല്ല പണിക്ക് പോടാൻ. നല്ല കിട്ടലനായിട്ട് ഇവിടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പണിയെടുക്കുന്നുണ്ട്, അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ കളിയാക്കുന്ന ടീമുണ്ടല്ലോ, ചുമച്ചും തുപ്പിയും നിരങ്ങിയും ഇഴഞ്ഞും ഉണ്ടാക്കുന്ന പൈസയില്ലേ, നിങ്ങളൊക്കെ 60 വയസ്സ് വരെ തല നരച്ചിരുന്നുണ്ടാക്കുന്ന പൈസയില്ലേ, അത് ഇവിടുത്തെ പയ്യന്മാർ 6-7 വർഷം കൊണ്ടുണ്ടാക്കി സെറ്റാവുന്നുണ്ട്. വ്യക്തമായിരുന്നു കരുതുന്നു. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക.